പറയാൻ വാക്കുകളേ ഇല്ല. അത്രയേറെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഒരു വീടിന്റെ ഒരു ബബിത അങ്ങനെ എന്താ പറഞ്ഞൊരു കുട്ടിയുടെ വീടിന്റെ കാര്യത്തിലായിരുന്നു ആദ്യം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അല്ലെ. അതെ അതെ, ആ വീടിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നത്. കാലം തൊട്ട് കൂടെ ഉണ്ട്, എന്നോടൊപ്പം നിങ്ങളും ഉണ്ട്, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. എന്തായാലും ഈ ഒരു ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചത് ഏറ്റവും ഒരു വിനോദാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സമയം വിചാരിക്കും, എന്നിട്ട് ഞാൻ അലാറൊക്കെ 4 മണിക്ക് വെക്കും. കാരണം 5 മണിക്ക് വീട്ടിൽ അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തിട്ട് ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞാൽ നേരെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ 2 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള അടുത്തേക്ക് ഓർഡറിലായിരുന്നു. 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വേറെ 1-2 പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിലൊരു 12 മണിയാകുമ്പോൾ എത്തും. പിന്നീട് 5 മണിക്ക് കയറ്റി. ഇതന്നെയാണ് ആവർത്തിച്ച് വരുന്ന ഒരു ടൈം ടേബിൾ. ഇടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ ചെറിയൊരു മാറ്റം വരും. അപ്പം അങ്ങനെ പോകുമ്പോൾ 4 മണി 3:45 ആയിട്ട് അലാറം വെക്കും. ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും. പക്ഷെ അലാറം അടിക്കുമ്പോഴത്തേ അത് ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കും. എന്ത് ആ സമയത്ത് അങ്ങനെ തോന്നും. പക്ഷെ പിറ്റേ ദിവസം അതേപോലെ തന്നെ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ കുറച്ച് ഒരു 2-3 മണി പോണത് ഇപ്പൊ ഇവിടെ വന്ന് അതിലൊക്കെ ഇരുന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോ ഇപ്പൊ ഞാൻ മനസ്സിനോട് ഉറപ്പിക്കില്ല, എനിക്ക് ഇനി അതിൽ തുടരണം, അങ്ങനെ ചെയ്യണം. നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓടിക്കളിച്ചാൽ മാത്രം പോരല്ലോ. വേറെ കഠിനമായിട്ടുള്ള ജോലികളൊന്നും നമ്മൾ പണ്ടത്തെ ആൾക്കാരെ പോലെ ചെയ്യുന്നില്ല. ടീച്ചർ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കഠിനമായ ജോലികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം